ആരാധങ്ങളും പ്രശ്നങ്ങളും കാരണം സേവിങ്സ് ഉണ്ടാക്കാനും പോലും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടാം. എന്താ പ്രശ്നം? ഏയ് അതൊന്നുമില്ലടാ, വേറൊരു കാര്യം സംസാരിച്ച. അതൊന്നും അല്ല മോളെ, അവന് നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങണമെന്നോ ഫാം തുടങ്ങണമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നാട്ടിൽ തന്നെ നിൽക്കാലോ. അതിൽ പൈസ ഇല്ല അപ്പൊ അവന്റെ കയ്യില്. ഏട്ടന് എത്ര രൂപ വേണ്ടേ? എടി അതൊക്കെ കുറെ പൈസ വരും, അത് ഞാൻ ഒഴിവാക്കി. വെറുതെ എന്തിനാ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാതെ പുറകെ പോയിട്ട്. എന്നാലും പറയും എത്രയാന്ന്. എടി ഇത് 15 ലക്ഷം രൂപ വരും. എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. ഈ 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഏട്ടൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? എന്റെ കല്യാണത്തിന് വേണ്ടി തന്നെ ഏട്ടൻ എത്ര ചെലവാക്കി. അതിനുശേഷം എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഭംഗിയായി നടത്തി തന്നില്ലേ? ഇപ്പൊ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ? ഇതുവരെ അമ്മേനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടോ? ഇത് ഒരുപാട് വർഷമായില്ലേ അന്യനാട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഏട്ടൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആണെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ നാട്ടിൽ വരുമ്പോ 1-2 ദിവസം വന്ന് എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ മിഥുനേട്ടൻ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന്. കടത്തിലൊന്നല്ല അത് വാങ്ങിയത്, മുഴുവൻ പൈസയും കൊടുത്തിട്ടാ. ഒരു 3-4 വർഷത്തേക്ക് ഞങ്ങൾക്ക് അവിടെ കട തുടങ്ങാൻ പ്ലാനൊന്നുമില്ല. പിന്നെ റോഡ് സൈഡ് അത് കിടക്കുന്നത്. അതിന്റെ ആധാരം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 15 ലക്ഷം രൂപ സുഖമായിട്ട് കിട്ടും. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഏട്ടൻ 2-3 വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നാൽ മതി. എന്തായാലും നിനക്ക് ഈ സമയത്ത് ഇത് പറയാൻ തോന്നിയല്ലോ, അതന്നെ വലിയ കാര്യം. ആ സ്ഥലം എന്തായാലും നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചല്ലേ, അതെന്തായാലും അവിടെ തന്നെ ഇരുന്നോട്ടെ. അതെന്തായാലും വേണ്ട. നല്ല കാര്യം. ഏട്ടൻ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങൾ ആ സ്ഥലവും കൈവച്ചിരിക്കാനാ? പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവും. ആദ്യം ഏട്ടന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ശ്രുതി, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ? നീ ഇവിടെ വന്ന അപ്പം മുതൽ പലതും പറഞ്ഞ് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ നിനക്ക് എങ്ങനെ മോളെ സഹായിക്കാന്നൊക്കെ പറയാനുള്ള ഒരു മനസ്സുണ്ടായത്? എന്റെ ഏട്ടനൊരു ആവശ്യം വരുമ്പോ ഞാൻ തന്നെയല്ലേ കൂടെ നിൽക്കേണ്ടത്. അതിനത് അത്ര വലിയ സഹായമൊന്നും അല്ല. ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ഇതൊരു വളരെ ചെറിയ കാര്യ. ഒരു പെങ്ങളെന്ന നിലയ്ക്ക് ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഞാൻ വിചാരിച്ചത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ അവരവരെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് സ്വാർത്ഥരാകുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നീ ഇവിടെ വന്നപ്പോ നീയും നിന്റെ ഏട്ടനോട് ഓരോന്ന് ചോദിക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ട് എന്നോട് ക്ഷമിക്കുമ്പോൾ